മായി ചോദിക്കാനുള്ളത് ഈ ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനവും സെമിനാറുകളും ഒക്കെ ഒഴിവാക്കിയതായി മനസ്സിലാക്കാൻ കഴിയുന്നു. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ തീരുമാനം സർക്കാർ എടുത്തിരിക്കുകയാണ്. എന്നാൽ 14-15 തീയതികളിൽ ലോക കേരള സഭാ സമ്മേളനം നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ ഇനി ഏത് രീതിയിലായിരിക്കും ഈ പരിപാടികൾ നടക്കുക? ലിബിഷ്, ലോക കേരള സഭ, അതായത് ലോക കേരള സഭയുടെ 4ാം പതിപ്പ് ലോകത്തുള്ള മുഴുവൻ പ്രവാസി മലയാളികൾക്കും അതുപോലെ തന്നെ പ്രവാസികളായിരുന്നവർക്കും ഒത്തുചേരാനും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനും പുതിയ തരത്തിലുള്ള സംരംഭങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുമൊക്കെയായിട്ടാണ് ഒരു ലോക കേരള സഭ അല്ലെങ്കിൽ ലോക മലയാള സഭ എന്ന പേരിൽ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം, 4ാം പതിപ്പിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ മുഖ്യമന്ത്രി നിർവഹിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ ദാരുണമായ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉദ്ഘാടനം ഉണ്ടാകില്ല. ഒപ്പം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ന് പൊതുപരിപാടികൾ നിശാഗന്ധിയിൽ സംഘടിപ്പിച്ചിരുന്നു, കലാപരിപാടികൾ ഉൾപ്പെടെയുള്ളത്. ഇത് രണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. നാളെ മാത്രം 14-15 തീയതികളിൽ നേരത്തെ നിശ്ചയിച്ചുപോലുള്ള സെമിനാറുകളും ചർച്ചകളും സംരംഭകരുമായുള്ള ചർച്ചകളും ഒക്കെ ഉണ്ടാകും. ഏകദേശം അറിയാൻ കഴിയുന്നത് 103 രാജ്യങ്ങളിൽ നിന്നും 351-ലധികം പ്രതിനിധികളാണ് ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് എത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിൽ അവരെല്ലാം തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം നിയമസഭയിലെ ശങ്കരൻ തമ്പി ഹാളിലാണ് ഈ ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ലോക കേരള സഭ തിരുവനന്തപുരത്ത് നിയമസഭയിൽ സംഘടിപ്പിച്ചിരുന്നു. അത് വലിയ വിജയമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കാരണം പ്രവാസികളുടെ വിഷയങ്ങൾ നേരിട്ട് കേട്ടറിയുവാനും കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന സംരംഭകർക്ക് അവസരങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെ ആയിട്ടാണ് ഇത്തരത്തിൽ ഒരു ലോക മലയാള സഭ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഇത് 4 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഇത്തവണ അതിന്റെ ഒരു 4ാം പതിപ്പിന്റെ പരിപാടിയാണ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഈ കുവൈറ്റിലെ ദാരുണമായ സംഭവത്തിന് തൊട്ട് പിന്നാലെ അത് മാറ്റിവെച്ചിരിക്കുന്നു. എന്നാൽ 14-15 തീയതികളിൽ സഭയുടെ തുടർ പരിപാടികൾ ഉണ്ടാകും. ഇന്നത്തെ പൊതുപരിപാടികളിൽ നിന്നും ഗവർണർ മാറി നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ശരി തന്നെ, ആര് വിട്ടു നിന്നാലും ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള മലയാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രവാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിദേശവാസം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയവർക്ക് വേണ്ടിയൊക്കെ സംഘടിപ്പിക്കുന്നത് ഒരു വലിയ വിജയമായിരുന്നു കഴിഞ്ഞ 3 പതിപ്പുകളിലും. ഇത്തവണയും അത്തരത്തിലുള്ളൊരു വലിയ വിജയപ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരിനും ഉള്ളത്. ശരി ബിനോയ്, ലോക കേരള സഭയുടെ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിരിക്കുകയാണ്. 14-15 തീയതികളിലെ പരിപാടികൾ